ഹായ് ഓൾ. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. സന്തോഷ് കുമാറിനാണ് ഈ വർഷത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. അതായത് 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാറിനാണ് ലഭിച്ചത്. സന്തോഷ് കുമാറിൻ്റെ തപോമിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് തപോമിയുടെ അച്ഛൻ എന്നതൊരു നോവലാണ്. ഈ നോവലിനാണ് ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്രാമത്തെ വയലാർ അവാർഡാണ്? 49ാമത്തെ വയലാർ അവാർഡാണ് 2025 നൽകിയത്. അത് ഈ വർഷം ലഭിച്ചത് ആർക്കാണ്? ഈ വർഷം തപോമിയുടെ അച്ഛൻ എന്ന നോവലിന് സന്തോഷ് കുമാറിനാണ് ലഭിക്കുന്നത്. ഇനി 2024 തപോമിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 പ്രസിദ്ധീകരിച്ചതാണ് തപോമിയുടെ അച്ഛൻ. ഓക്കെ, തപോമിയുടെ അച്ഛൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ഗോപാൽ ബറുവ, തപോമി, ഷൺമുഖം സന്താനം എന്നിവരാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ. അന്ധകാര നാഴിക 2012 ഏറ്റവും മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സന്തോഷിൻ്റെ വേറൊരു കൃതിയാണ് അന്ധകാരനാഴി. അന്ധകാരനാഴി എന്ന കൃതിക്ക് 2012 മികച്ച നോവലിലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2006 ചാവുകളി എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെയാണ് ആദ്യമായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സന്തോഷ് കുമാറിന് ലഭിക്കുന്നത്. അതുപോലെ 2011 കാക്കര ദേശത്തെ ഉറമ്പുകൾ എന്ന കൃതിക്ക് ബാലസാഹിത്യ നോവലിനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 ആർക്കാണ് ലഭിച്ചത്? വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാറിന്. അദ്ദേഹത്തിൻ്റെ തപോമിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, 2024 ആർക്കാണ് വയലാർ അവാർഡ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2024 ആർക്കാണ്? നിങ്ങൾ പറയൂ. അശോകൻ ചരുവിൽ. 2024 ആർക്കാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത്? അശോകൻ ചരുവിലിനാണ്. മറക്കരുത് കേട്ടോ, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ്. എന്തിനാണ് കിട്ടിയത്? കാട്ടൂർ കടവ് എന്ന നോവലിനാണ് അശോകൻ ചരുവിലിന് 2024 വയലാർ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2023 കൂടി നമുക്കൊന്ന് നോക്കാം. 2023 ശ്രീകുമാരൻ തമ്പി. 2023 ആരാണ്? അത് ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 ലഭിക്കുന്നത്. 2022 എസ് ഹരീഷ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ ഏത് നോവലാണ്? ജീവിതം ഒരു പെൻഡുലത്തിനാണ് നമ്മുടെ ശ്രീകുമാരൻ തമ്പിക്ക് 2023 ലഭിക്കുന്നത്. ഇനി 2022 ആർക്കാണ്? അത് എസ് ഹരീഷാണ്. ഹരീഷിൻ്റെ ഏത് നോവലാണ്? അത് മീശ എന്ന നോവലിനാണ് ലഭിക്കുന്നത്. ഓക്കെ, അതിന് 2021 ആണെങ്കിൽ ആർക്കാണ്? ബെന്യാമിനാണ്. ഏതാണ്? മാന്തളിരിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കണം. 2025 സന്തോഷ്, 2024 അശോകൻ ചരുവിൽ, 2023 ശ്രീകുമാരൻ തമ്പി, 2022 എസ് ഹരീഷ്. ഇത്രയും നമ്മളൊന്ന് ഓർത്തിരിക്കണേ. ഇനി നമുക്ക് ഈ വയലാർ അവാർഡിനെ പറ്റി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആദ്യമായിട്ട് വയലാർ അവാർഡ് നേടിയത് ആരാണ്? ആദ്യമായിട്ട് വയലാർ അവാർഡ് നേടിയത് ഒന്ന് പറഞ്ഞേ.
ആദ്യമായിട്ട് വയലാർ അവാർഡ് നേടിയത് 1977 വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങുന്നത്. ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. ലളിതാംബിക അന്തർജനം അവരുടെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഗ്നിസാക്ഷിക്കാണ് കേട്ടോ. അഗ്നിസാക്ഷിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് 1980 തകഴിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1980 തകഴിയുടെ കയറിനാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ കറണ്ട് അഫേഴ്സിൻ്റെ കൂടെ പറയാവുന്ന വേറൊരു കാര്യമാണ് 1985 MD വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ചു. വാസുദേവൻ നായരുടെ രണ്ടാമൂഴത്തിനാണ് MDക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നത്. 1985 MDക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഈ വയലാർ അവാർഡ് നമ്മൾ നൽകുന്നത് വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അല്ലേ. വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് വയലാർ അവാർഡ് നൽകുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഒരു വയലാർ സ്മാരക ട്രസ്റ്റാണ് ഈ വയലാർ അവാർഡ് നൽകുന്നത്. എല്ലാ വർഷവും ഒക്ടോബറിലാണ് ഈ അവാർഡ് കൊടുക്കാറ്. വയലാർ അവാർഡ് കൊടുക്കാതെ അവാർഡിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അതുപോലെ തന്നെ കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പമാണ് പുരസ്കാരത്തിന് നമ്മൾ പുരസ്കാരം നമ്മൾ കൊടുക്കുന്നത്. കാനായി കുഞ്ഞിരാമൻ തീർത്ത വെങ്കല ശില്പവും 1 ലക്ഷം രൂപയുമാണ് അവാർഡ്. ഈ 2014 വരെ നമ്മൾ 25,000 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇത് 1 lakhiലേക്ക് മാറിയത്. ഓക്കെ, സർക്കാർ സാഹിത്യത്തിനുള്ള ഈ അവാർഡ് നമ്മൾ 1977 മുതൽ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് 1977 മുതലാണ്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിന്. ഇനി MDക്കാണെങ്കിലോ MD വാസുദേവൻ നായർക്ക് എന്നാണ് കിട്ടിയത്? അത് 1985 കിട്ടിയത്. അപ്പം നമുക്ക് ഏറ്റവും പ്രസൻ്റായിട്ട് കിട്ടിയത് ആരാണ്? ഈ സന്തോഷിനാണ്. ഈ സന്തോഷിന് 2025 വയലാർ അവാർഡ്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? അത് തപസ്വിനിയുടെ അച്ഛൻ അല്ലേ, തപോമയിയുടെ അച്ഛൻ എന്നതാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ്, തപോമിയുടെ അച്ഛൻ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കൊന്നും കൂടി നോക്കാം. 2024 ആർക്കായിരുന്നു? അത് അശോകൻ ചരുവിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനായിരുന്നു. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്നതിനാണ്. 2022 S ഹരീഷിൻ്റെ മീശ. 2021 ബെന്യാമിൻ മാന്തളിരുടെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അപ്പം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിനാണ്. അഗ്നിസാക്ഷി MD 1985. എന്നു മുതലാണ് വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്? അത് 1977 മുതലാണ്. സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വയലാർ അവാർഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഷുവറായിട്ടും ഇനി വരുന്ന പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം. അതുകൊണ്ട് ആരും മറക്കരുത്. കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കണ്ടൻറ്റ് നിങ്ങൾ ഗൃഹസ്ഥമാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തിയേക്കണം. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കറണ്ട് അഫേഴ്സ് നിങ്ങൾ മറക്കാതെ പഠിക്കുക. കാരണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇനി നമുക്ക് നോബൽ സമ്മാനമൊക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.